أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله وأقيموا الصلاة وآتوا الزكاة ولا تكونوا من المشركين. قال الله تعالى في قرآنه الكريم: ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. صدق الله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യങ്ങളുടെ പൂക്കാല മാസം നമ്മളോട് വിട പറഞ്ഞു. വിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മളൊക്കെയും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളുടെ മനസ്സിൽ ചെറിയ ഒരു ആശങ്കയുണ്ട്. അള്ളാഹു അതെല്ലാം സ്വീകരിക്കുമോ? എന്നാൽ വലിയ ഒരു പ്രതീക്ഷയുണ്ട്, അള്ളാഹു അതെല്ലാം സ്വീകരിച്ചേക്കാം. ആത്മാർത്ഥമായിട്ടാണ് ഞാൻ അമലുകളൊക്കെ ചെയ്തത്. സ്വീകരിക്കാതിരിക്കാൻ തക്ക കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന പ്രതീക്ഷ നമുക്കുണ്ട്. പക്ഷേ ആശങ്കയും ഉണ്ട്. വലിയ ഓഫറുകളുടെ ഒരു മാസമായിരുന്നു കഴിഞ്ഞു പോയത്. പല കച്ചവട സ്ഥാപനങ്ങൾ ഓഫറുകളൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. ഉദാഹരണമായി ഒരു ടെക്സ്റ്റൈൽസ് വലിയ ഓഫർ പ്രഖ്യാപിക്കുമ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുക ആ കച്ചവട സ്ഥാപനത്തിൽ. അത് സ്വാഭാവികമാണ്. വിശുദ്ധ റമദാൻ മാസം എന്നത് അള്ളാഹുവിൻ്റെ ധാരാളം ഓഫറുകൾ ഉള്ള ഒരു മാസമായിരുന്നു. നമസ്കാരത്തിന് ഇരട്ടിയാണ് പ്രതിഫലം. ചെറിയ ഒരു കാര്യത്തിന് വരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതിഫലം. നോമ്പ് എന്ന ഇബാദത്തിന് അള്ളാഹ് വച്ചിട്ടുള്ള പ്രതിഫലം അള്ളാഹു തന്നെ പറഞ്ഞിട്ടില്ല എത്രയാണെന്ന്. അത് ഞാൻ വാരിക്കോരിയാണ് കൊടുക്കുക എന്നതാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതൊരു ഇബാദത്തിനും അള്ളാഹു പ്രതിഫലത്തെ നിർണയിച്ചു. പക്ഷേ നോമ്പിന് മാത്രം പ്രതിഫലത്തെ നിർണയിച്ചില്ല. വാരിക്കോരി കൊടുക്കും, എത്രയാണോ അത്രയും. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മളൊക്കെയും വളരെ ആക്റ്റീവായിരുന്നു. പള്ളികളൊക്കെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. നമസ്കാരത്തിലൊക്കെ വേണ്ടത്ര ശ്രദ്ധ നമ്മൾ ചെലുത്തി. സുന്നത്തായ കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ നിർവഹിച്ചു. ആ ഓഫറുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെയൊക്കെ നടന്നത്. അത് സ്വാഭാവികമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഒരു കച്ചവട സ്ഥാപനം കുറേ ഓഫറുകൾ പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായി അവിടെ എന്താണ് നടക്കുക നമുക്കറിയാം.
ആ സ്വാഭാവികത കഴിഞ്ഞുപോയി. ഇനിയുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വാഭാവികതയിൽ ജീവിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒഴുക്കിനനുസരിച്ച് ഒഴുകുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല. എല്ലാവരും ചെയ്യുമ്പോൾ, എല്ലാവരും സൽക്കർമ്മത്തിൽ അഭിരമിക്കുമ്പോൾ ഞാനും എൻ്റെതായ പങ്ക്, അത് പ്രയാസമുള്ള ഒരു കാര്യമല്ല. അത് സ്വാഭാവികതയാണ്. ഇനിയുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപാട് തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുത്തു. റമദാൻ മാസത്തിൽ എനിക്ക് അങ്ങനെയാകണം, ഇങ്ങനെയാകണം. റമദാൻ മാസം കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയൊക്കെ മാറണം. ഇതാ റമദാൻ മാസം കഴിഞ്ഞു. നമ്മിലെ മാറ്റത്തെ സംബന്ധിച്ചുള്ള ആത്മപരിശോധനയുടെ സന്ദർഭമാണ്. ഇവിടെയൊക്കെ എനിക്ക് മാറാൻ കഴിഞ്ഞു, ഏതൊക്കെ ദുശീലങ്ങളെ എനിക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു, അതുമായി ബന്ധപ്പെട്ട ആത്മപരിശോധനയുടെ ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ ഞാനും നിങ്ങളുമൊക്കെ വളരെ ആത്മാർത്ഥമായി ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്നർത്ഥം. റമദാൻ മാസത്തിൽ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്തല്ലോ. ഇപ്പോൾ തറാവീഹ് നമസ്കാരം തന്നെ എടുക്കുക. തറാവീഹ് നമസ്കാരം അഥവാ തഹജ്ജുദ് അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ, അതിൻ്റെ റക്അത്തുമായി ബന്ധപ്പെട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില ആളുകൾക്ക് എത്ര നമസ്കരിച്ചാലും മതി വരുന്നില്ല. അത് അവരുടെ ആത്മീയതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. റമദാൻ മാസമായതുകൊണ്ട് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കാൻ ആഗ്രഹിച്ചവരുണ്ട്. എന്നാൽ 11 റക്അത്ത് മതി അങ്ങനെ തീരുമാനിച്ചവരുണ്ട്. ഇതാ റമദാൻ മാസം കഴിഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹം മരിക്കുന്നവരെ, വഫാത്താകുന്നത് വരെ ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരം കൃത്യമായി നിർവഹിച്ചിരുന്നു. രാത്രി നമസ്കാരം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയതാണ്. അത് 11 റക്അത്ത് കൃത്യമായി അദ്ദേഹം നിർവഹിച്ചിരുന്നു. ഇപ്പോൾ നമ്മിൽപ്പെട്ട പലരും തറാവീഹ് അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ അല്ലെങ്കിൽ തഹജ്ജുദ് അതൊക്കെ മറന്ന മട്ടാണ്. അങ്ങനെയൊന്നുമില്ല. റമദാൻ മാസത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രസക്തിയില്ല. ഇതാണ് നമ്മുടെയൊക്കെ ഒരു തീരുമാനം. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ധാരാളം നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ പാരായണം ചെയ്തു. വിശുദ്ധ ഖുർആൻ ഇപ്പോൾ റമദാൻ മാസം കഴിഞ്ഞപ്പോൾ അതുമായിട്ടുള്ള നമ്മുടെ ആത്മബന്ധം അതേതാണ്ട് അവസാനിച്ച മട്ടാണ്. ഇപ്പം എല്ലാം ഏതാണ്ട് അവസാനിച്ചതുപോലെ അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞതുപോലെ നമുക്ക് അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല ഒരു ആത്മപരിശോധന ഈ സന്ദർഭത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. റമദാൻ മാസത്തിൽ എന്താണോ നമ്മൾ നിർവഹിച്ചത് ആ ഒരു ആവേശത്തോടെ കാര്യങ്ങളെ നമുക്ക് ഇനിയും കാണുവാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ നമ്മൾ ഒരുപാട് പുണ്യങ്ങൾ കരസ്ഥമാക്കി, ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്തിനാണ് നമ്മൾ ഇബാദത്തുകൾ നിർവഹിച്ചത്? പുണ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണോ നമ്മൾ ഇബാദത്തുകൾ നിർവഹിച്ചത്? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ധാരാളം പുണ്യം കിട്ടണം, അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകണം, ഇത് മാത്രമായിരുന്നോ നമ്മുടെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർവഹിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? അത് മാത്രമായിരുന്നില്ല, അതൊരു പരിശീലനം കൂടിയായിരുന്നു. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിശീലിപ്പിക്കുകയാണ്. ഇബാദത്തുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് നോമ്പിനെ സംബന്ധിച്ച് നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു നമ്മെ പരിശീലിപ്പിക്കുകയാണ്. വലിയ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള പരിശീലനം. കുറേ പുണ്യങ്ങൾ നേടണം എന്നത് മാത്രമല്ല ഇബാദത്തിന്റെ ലക്ഷ്യം, മറിച്ച് പരിശീലനമാണ്.
എന്തിനുള്ള പരിശീലനം? ഒരു നല്ല മനുഷ്യൻ ആകുവാനുള്ള പരിശീലനം. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായ ഒരു ഗ്രന്ഥമുണ്ട്, ഇഹ്യാ ഉലൂമുദ്ദീൻ. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു സത്യവിശ്വാസിയുടെ ആത്മീയമായ യാത്ര, അതിന് 3 തലങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഈ ആത്മീയമായ യാത്രയുടെ 3 ഘട്ടങ്ങൾ അത് ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ 1ാമത്തെ ഘട്ടത്തിന് അദ്ദേഹം കൊടുത്ത പേര് തഖ്ലിയ എന്ന അറബി വാക്കാണ്. തഖ്ലിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ വിവരണം അനാവശ്യമായ ചിന്തകളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കലാണ്. ആത്മീയമായ യാത്രയുടെ 1ാമത്തെ ഘട്ടമാണ് അനാവശ്യമായ ചിന്തകളെ തൊട്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കലാണ്. 2ാമതായി അദ്ദേഹം എണ്ണിയത് തഹ്ലിയ എന്ന ഒരു പേര് കൊടുത്തുകൊണ്ടാണ്. തഹ്ലിയ എന്നതിൻ്റെ വിശദീകരണം നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസത്തെ, അതേപോലെ ഉത്തമ സ്വഭാവം എന്നിവ കൊണ്ട് ഹൃദയത്തെ അലങ്കരിക്കലാണ്. 3ാമത്തേത് തജല്ലിയ എന്ന പേരിലാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. തജല്ലിയ എന്ന് പറയുമ്പോൾ ദൈവികമായ ഒരു പ്രകാശം അഥവാ ആന്തരികമായ ഒരു ശോഭ കൊണ്ട് ഹൃദയം തുറക്കപ്പെടുക. കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ, ഒരു ഉദാഹരണത്തിലൂടെ അത് വിവരിക്കുകയാണെങ്കിൽ, ഒരു സത്യവിശ്വാസിയുടെ ആത്മീയ യാത്ര അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 1ാമത്തെ ഘട്ടം എന്നത് ഒരു കർഷകനെ നമുക്ക് ഉദാഹരണമായി എടുക്കാം. കർഷകൻ ആദ്യം ചെയ്യുക നിലം പാകപ്പെടുത്തലാണ്. കൃഷിക്ക് അനുയോജ്യമായ നിലം പാകപ്പെടുത്തലാണ്. അതാണ് 1ാമത്തെ ഘട്ടം. 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വിത്തിറക്കലാണ്. 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആ വിത്ത് മുളച്ച് ഫലം നമുക്ക് ലഭിക്കലാണ്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഗതിയാണ് പറഞ്ഞത്. 1ാമത്തെ ഘട്ടം ഹൃദയത്തെ ശുദ്ധീകരിക്കുക, 2ാമത്തെ ഘട്ടം അവിടെ വിത്തിറക്കലാണ്, ഉത്തമ സ്വഭാവങ്ങൾ അവിടെ നിറയ്ക്കലാണ്. 3ാമത്തെ ഘട്ടമാണ് ആ ഉത്തമ സ്വഭാവങ്ങളുടെ ദൈവികമായ പ്രകാശം അതിനെ പ്രസരിപ്പിക്കലാണ്. അഥവാ വിശുദ്ധ റമദാൻ മാസം എന്നത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനും വിത്തിറക്കാനും നമുക്ക് ലഭിച്ച അവസരമായിരുന്നു. ഇനി അതിൻ്റെ ഫലം അത് കായ്ക്കണം. അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയണം. ഒരു കർഷകന്റെ സന്തോഷം അതാണ്. ആ വിത്ത് മുളയ്ക്കുമ്പോഴാണ്, കായ്കനികൾ ലഭിക്കുമ്പോഴാണ്. അതിൻ്റെ സമയമാണ് ഇപ്പോൾ. ആ വിശുദ്ധ റമദാനിനെ ഈ രൂപത്തിൽ ഒരു പരിശീലന കളരിയാക്കി മാറ്റിയവർക്ക് മാത്രമേ ഈ പറയുന്ന രൂപത്തിൽ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫലം കാക്കേണ്ട സന്ദർഭം, ഫലം ലഭിക്കേണ്ട സന്ദർഭം, ഈ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമൊക്കെ ആഗ്രഹിച്ച രൂപത്തിൽ ഫലം നമുക്ക് പ്രകാശിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നത് അന്വേഷിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ആലോചിക്കേണ്ട സംഗതി, ഏതൊരു സംഗതിക്കും പരിശീലനം ആവശ്യമുണ്ട്. പരിശീലനമില്ലാത്ത ഏതൊരു പ്രവൃത്തിയെ സംബന്ധിച്ചും ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. ഇപ്പൊ ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു നല്ല പട്ടാളക്കാരൻ, അദ്ദേഹം ഒരു നല്ല പട്ടാളക്കാരനായിട്ട് മാറുന്നത് ദീർഘമായ പരിശീലനം കഴിഞ്ഞ ശേഷമാണ്. ഒരു നല്ല പോലീസ് ഓഫീസർ, അദ്ദേഹത്തിനും അതിൻ്റെതായ പരിശീലനം കിട്ടിയിട്ടുണ്ട്. ഇനി അതുമാത്രമല്ല, വേറെ ഏത് കാര്യം എടുത്താലും ഏതൊരു സംഗതിയുടെയും പുറകിൽ നിരന്തരമായ പരിശീലനം ആവശ്യമായിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസനായിട്ട് മാറുവാൻ നിരന്തരമായ പരിശീലനം ആവശ്യമുണ്ട്. അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസനായിട്ട് മാറിക്കഴിഞ്ഞാലേ
ആകാശഭൂമിയേക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അത് വെറുതെ ലഭിക്കുന്ന ഒന്നല്ല, നിരന്തരമായ പരിശീലനം. ആ നിരന്തരമായ പരിശീലനമാണ് നോമ്പ് എന്ന് പറയുന്നത്. ആ നിരന്തരമായ പരിശീലനമാണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ നിരന്തരമായ പരിശീലനമാണ് സക്കാത്തും അതുപോലെ ഹജ്ജും അടങ്ങുന്ന ഇബാദത്തുകൾ, അതേപോലെയുള്ള ദിക്ർ ഔറാദുകൾ. ഈ ഇബാദത്തുകളിലൂടെ കുറെ പുണ്യം നമ്മൾ സമ്പാദിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു യഥാർത്ഥ മനുഷ്യനായി നമ്മൾ മാറുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് അദ്ദേഹത്തെ ഉദാഹരണമായി എടുക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പല രൂപത്തിൽ ആളുകൾ ആക്ഷേപിച്ചു, വിമർശിച്ചു. പക്ഷെ എന്നാലും അദ്ദേഹത്തെ സംബന്ധിച്ച അഭിപ്രായം ചോദിച്ചാൽ ശത്രുക്കൾ വരെ പറഞ്ഞ ഒരു വാക്ക് അഹുൻ കരീം എന്നാണ്. മാന്യനായ ഞങ്ങളുടെ സഹോദരൻ, അഥവാ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് ശത്രുക്കൾ വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്നു. അബൂജഹൽ വരെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. അഹുൻ കരീം, കരീം എന്ന വാക്കിന്റെ അർത്ഥം ഏറ്റവും നല്ല. ഞങ്ങൾക്ക് ഈ മക്കയിൽ അങ്ങനെ ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അള്ളാഹു തന്നെ പറഞ്ഞു, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അത് അള്ളാഹുവിന്റെ സാക്ഷ്യമാണ്. അതിന്റെ അർത്ഥം തീർച്ചയായും താങ്കൾ ഏറ്റവും നല്ല, ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമയാണ്, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ. ഇത് അള്ളാഹുവിന്റെ സാക്ഷ്യമാണെങ്കിൽ ശത്രുക്കളുടെ സാക്ഷ്യമാണ് അഹുൻ കരീം എന്നത്. മാന്യനായ സഹോദരൻ, മാന്യനായ ഞങ്ങളുടെ സഹോദരന്റെ പുത്രൻ, അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ സാധാരണ പറയുന്ന ഒരു വാക്കുണ്ട്, അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമൻ. അപ്പൊ ഏറ്റവും നല്ല ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക, ഇതാണ് ഇസ്ലാം ചെയ്യുന്ന പണി. ഏറ്റവും നല്ല മനുഷ്യൻ, ഒരാൾ ഏറ്റവും നല്ല മനുഷ്യനാകുന്നത് എപ്പോഴാണ്? ഞാൻ ഏറ്റവും നല്ല ഒരു മനുഷ്യനാകുന്നത് എപ്പോഴാണ്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കഴിക്കുന്ന തേൻ എന്ന് പറയുന്ന ആ ഒരു ദ്രാവകം, ആ തേനിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തേൻ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് മധുരമാണ്. നമുക്കവിടെ യാതൊരു സംശയവുമില്ല. തേൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത് നല്ല മധുരം എന്നത് തന്നെയാണ്. അതേപോലെ സൂര്യൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വെളിച്ചമാണ്. സൂര്യൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷ, സൂര്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു, എന്ത് പ്രതീക്ഷിക്കുന്നു? വെളിച്ചത്തെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഉപ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു, എന്ത് പ്രതീക്ഷിക്കുന്നു? അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഉപ്പ് രസമാണ്. ഇങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ സത്തയുണ്ട്. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ വേണ്ടേ? ഉപ്പ് എന്ന് പറയുമ്പോൾ ഉപ്പ് രസം പ്രതീക്ഷിക്കുന്ന പോലെ, തേൻ എന്ന് പറയുമ്പോൾ മധുരത്തെ പ്രതീക്ഷിക്കുന്ന പോലെ, സൂര്യൻ എന്ന് പറയുമ്പോൾ വെളിച്ചത്തെ അല്ലെങ്കിൽ ചൂടിനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ, മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെയാണ് പ്രതീക്ഷിക്കുന്നത്? നമുക്കെല്ലാവർക്കും അതിന്റെ ഉത്തരം അറിയാം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് മനുഷ്യത്വമാണ്. ഈ മനുഷ്യത്വം ഇല്ലെങ്കിൽ മനുഷ്യൻ പിന്നെ മനുഷ്യനല്ല. ഉപ്പില്ലെങ്കിൽ അത് ഉപ്പാവുകയില്ല, മധുരമില്ലെങ്കിൽ തേനാവുകയില്ല, വെളിച്ചമില്ലെങ്കിൽ സൂര്യനാവുകയില്ല എന്നതുപോലെ മനുഷ്യത്വമില്ലെങ്കിൽ പിന്നെ അതൊരു മനുഷ്യനാവുകയില്ല. മനുഷ്യത്വം എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? മൃഗീയത എന്ന് പറയും. മൃഗീയത എന്നും പറയാൻ സാധ്യമല്ല. കാരണം മൃഗങ്ങൾക്ക് അതിൻ്റെതായ ഒരു കൾച്ചറുണ്ട്, സ്വഭാവമുണ്ട്. മൃഗങ്ങൾ ആഹാരത്തിന് വേണ്ടി മാത്രമേ ഒരു ജീവിയെ കൊല്ലുകയുള്ളൂ. വിശപ്പില്ലാത്ത സമയത്ത്, പ്രയാസമില്ലാത്ത സമയത്ത് അതിൻ്റെ മുന്നിലൂടെ ഒരു ജീവി നടന്നു പോയാൽ അതിനെ ആ മൃഗം കൊല്ലുകയില്ല. അപ്പോൾ മൃഗീയത എന്നും പറയാൻ സാധ്യമല്ല. നമുക്ക് എന്തു പറയാം? മനുഷ്യത്വം എന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പൈശാചികത. പൈശാചികത എന്ന് പറയാൻ കഴിയും. അപ്പോ പൈശാചികത നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം.
ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കിയിട്ട് ശത്രുക്കൾ വരെ പറഞ്ഞത്, താങ്കൾ മാന്യനായ മനുഷ്യനാണ്, അഥവാ സ്നേഹമുള്ള മനുഷ്യത്വമുള്ള ഒരു നല്ല മനുഷ്യനാണ് എന്ന് റസൂലിനോട് ശത്രുക്കൾ വരെ പറഞ്ഞുപോയി. അതെങ്ങനെയാണ് പ്രവാചകൻ ഒരു മനുഷ്യനായത്? അള്ളാഹുവുമായിട്ടുള്ള അടുപ്പത്തിലൂടെയാണ്, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടാണ്, ഇബാദത്തുകൾ വഴിയാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അപ്പൊ ആ ഒരു പരിശീലനം കിട്ടാതെ നമുക്കൊരു ഉത്തമ മനുഷ്യനായി മാറാൻ സാധ്യമല്ല. ഏതുപോലെ ഈ മനുഷ്യത്വം മനുഷ്യന്റെ ഉള്ളിൽ സ്വതവേ ഉള്ളതല്ല. എന്നാൽ മറ്റു ജീവജാലങ്ങളിൽ ഇപ്പൊ തേൻ എന്ന് പറയുന്ന ദ്രാവകം, അതിൽ മധുരം എന്നത് സ്വതവേ ഉള്ളതാണ്, അതാരും ഉണ്ടാക്കി കൊടുക്കേണ്ടതില്ല. ഈ സൂര്യനിൽ വെളിച്ചം എന്നത് സ്വതവേ ഉള്ളതാണ്. എന്നാൽ മനുഷ്യനിൽ മനുഷ്യത്വം എന്നത് സ്വതവേ ഇല്ല. അത് പ്രാക്ടീസിലൂടെ, നിരന്തരമായ പരിശീലനം അതിലൂടെ ലഭിക്കേണ്ടതാണ്. മറ്റു ജീവജാലങ്ങൾക്കൊന്നും തന്നെ, പക്ഷി മൃഗാദികൾക്കൊന്നും തന്നെ ഈ പരിശീലനം ആവശ്യമില്ലല്ലോ. ലളിതമായ ഒന്ന് രണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കോഴിക്കുഞ്ഞ് അത് മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്നു. ആ സമയത്ത് അതിൻ്റെ മുമ്പിലേക്ക് കുറച്ച് അരിമണിയും കുറച്ച് അത് കഴിക്കാത്ത ഏതെങ്കിലും ഒരു പദാർത്ഥവും ഇട്ടുകൊടുത്താൽ ഈ കോഴിക്കുഞ്ഞ് ഏതായിരിക്കും സ്വീകരിക്കുക? അരിമണിയാണ് അത് കൊത്തി തിന്നുക. അതിൻ്റെ അപ്പുറത്തുള്ള ചരലോ കല്ലോ മണ്ണോ അത് കൊത്തിയെടുക്കുന്നില്ല. ജനിച്ച ഉടനെ ആരാണ് അതിനെ പഠിപ്പിച്ചത്? നീ കഴിക്കേണ്ടത് അരിമണിയാണ്, ഈ ചരൽ കല്ലുകളല്ല എന്നതിനെ ആര് പഠിപ്പിച്ചു? അതിനെ ആരും പഠിപ്പിക്കേണ്ടതില്ല. സ്വതവേ അതിൻ്റെ അകത്ത് ആ ഒരു സംഗതി അടങ്ങിയിട്ടുണ്ട്. അത് അതിൻ്റെ പ്രകൃതിപരമായ ഒരു സവിശേഷതയാണ്, അത് അതിൻ്റെ നേച്ചറാണ്. ഇതേ സംഗതി ഒരു മനുഷ്യക്കുഞ്ഞ്, ആ മനുഷ്യക്കുഞ്ഞ് കുറച്ചൊക്കെ ആഹാരം കഴിക്കുന്ന പ്രായമായാൽ ആ മനുഷ്യക്കുഞ്ഞിൻ്റെ അടുത്തേക്ക് കുറച്ച് ചോറും കുറച്ച് ചെളിയും വെച്ച് കൊടുത്താൽ ഒരു പക്ഷേ രണ്ടും അത് വാരി കഴിച്ചു കളയും. അത് ചോറാണ്, ഇത് ചെളിയാണ് എന്ന് അതിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടി വരും. അപ്പോൾ ആർക്കാണ് പ്രാക്ടീസ് അഥവാ ആർക്കാണ് ഈ പരിശീലനം ആവശ്യമായിട്ടുള്ളത്? പക്ഷികൾക്ക് ആവശ്യമില്ല, മൃഗങ്ങൾക്ക് ആവശ്യമില്ല, സ്വതവേ ഉണ്ട്, അതതിൻ്റെ നേച്ചറാണ്. എന്നാൽ മനുഷ്യനിൽ ആ ഒരു നേച്ചറില്ല. മനുഷ്യനിൽ ഉള്ളത് കൾച്ചറാണ്. അവനത് പരിശീലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുത്തിട്ടുള്ള ബുദ്ധിയാണത്. ആ ബുദ്ധി കൊണ്ട് അവൻ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചാലേ അവന് യഥാർത്ഥ മനുഷ്യനാകാൻ സാധിക്കൂ. ആ യഥാർത്ഥ മനുഷ്യനായിട്ട് മാറുക എന്നതാണ് പ്രവാചകന്മാര് നമ്മെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം. ആ യഥാർത്ഥ മനുഷ്യനായിട്ട്, മനുഷ്യത്വമുള്ള യഥാർത്ഥ മനുഷ്യനായിട്ട് മാറുക എന്നതിനാണ് ഇബാദത്തുകൾ അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയത്. നമുക്ക് പൊതുവായ ഒരു ധാരണ, കുറേ പുണ്യം നേടാം, അള്ളാഹുവിൻ്റെ അടുക്കൽ കുറേ അമലുകൾ വർദ്ധിപ്പിച്ചാൽ കുറേ പുണ്യം നേടാം. അങ്ങനെ നിസ്കാരത്തോട് നിസ്കാരം, പ്രാർത്ഥനയോട് പ്രാർത്ഥന, രാത്രിയും പകലുമൊക്കെ ദിക്ർ ഔറാദുകൾ. പക്ഷേ ഇപ്പോഴും നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണ്. എവിടെ തന്നെ? നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല, ഒരു യഥാർത്ഥ മനുഷ്യനായി മാറിയിട്ടില്ല. ഞാനിവിടെ ഓതി വെച്ച ആയത്ത് സൂറത്ത് നിസായിലെ 69-ാമത്തെ ആയത്താണ്. നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവാചകന്മാർക്കൊപ്പം നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. ആർക്കൊപ്പം? പ്രവാചകന്മാർക്കൊപ്പം. നമുക്കൊരു ധാരണയുണ്ട്, പ്രവാചകന്മാരുടെ കൂടെ എനിക്ക് സ്വർഗത്തിലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ആ ഉന്നതമായ സ്വർഗത്തിൽ എനിക്ക് സ്ഥാനമുണ്ടോ? നമുക്ക് അത്ഭുതമാണ്, സ്ഥാനമുണ്ട്. ഓരോ സത്യവിശ്വാസിക്കും അതിന് അർഹതയുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദറജയിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്കും സാധിക്കും. അതിനെന്താണ് ചെയ്യേണ്ടത്? അതാണ് ഇവിടെ ഓതി വെച്ച സൂറത്ത് നിസായിലെ 69-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, മയുതിഇല്ലാഹ വറസൂല, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക.
അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യനായിട്ട് മാറുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഒരാൾക്ക് വെറുതെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെറുതെ നല്ല മനുഷ്യനാകാൻ കഴിയില്ല. അവന് പരിശീലനം വേണം. ഈ പരിശീലനം ആരാണ് കൊടുക്കേണ്ടത്? അവന്റെ സൃഷ്ടാവായ അള്ളാഹു തന്നെയാണ്. ഒരു നല്ല മനുഷ്യനാകാൻ ഞാൻ എന്ത് ചെയ്യണം? അത് എനിക്ക് സ്വയം ഒരു നല്ല മനുഷ്യനാകാൻ സാധ്യമല്ല. എന്ത് ചെയ്യണം എന്ന് എന്നെ പഠിപ്പിക്കേണ്ടത് എൻ്റെ സൃഷ്ടാവായ പടച്ചവനാണ്. ആ സൃഷ്ടാവായ പടച്ചവനാണ് പ്രവാചകന്മാരിലൂടെ അത് പഠിപ്പിച്ചത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി നമ്മെ അത് പഠിപ്പിച്ചു. അതാ അള്ളാഹിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. അങ്ങനെ അനുസരിച്ചാലോ അള്ളാഹു അനുഗ്രഹിച്ചവർക്കൊപ്പമായിരിക്കും നാളെ സ്വർഗത്തിൽ അവരൊക്കെയും ഉണ്ടാവുക. അള്ളാഹു അനുഗ്രഹിച്ചത് ആരെയാണ്? മിനൻ നബിയീന, പ്രവാചകന്മാരെയാണ്. വസിദ്ദീഖീന, സത്യസന്ധരായ ആളുകളാണ്. വശുഹദാഇ, രക്തസാക്ഷികളായ സത്യസാക്ഷികളായ ആളുകളാണ്. വസ്വാലിഹീന, സൽക്കർമ്മികളായ ആളുകളാണ്. വഹസുന ഉലൈക റഫീഖ, എത്രയോ നല്ല കൂട്ടുകാർ, എത്രയോ നല്ല സഖാക്കൾ. ഈ സഖാക്കളുടെ കൂടെ, ഈ കൂട്ടുകാരുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്നു. അപ്പൊ ആ വിശാലമായ, നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ, പ്രവാചകന്റെ കൂടെ എനിക്ക് ഇരിക്കാൻ കഴിയുക എന്നത്, ആ പ്രവാചകനെ കാണുവാൻ സാധിക്കുക എന്നത്, ആ പ്രവാചകനോട് സലാം പറയുക എന്നത്, ആ പ്രവാചകന്മാരൊക്കെയുള്ള സ്വർഗത്തിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന സിദ്ദീഖീങ്ങളായ മുൻഗാമികൾ ഒക്കെയുള്ള ആ സ്വർഗത്തിൽ, രക്തസാക്ഷികളായ മഹത്തുക്കളായ ആളുകളൊക്കെയുള്ള ആ സ്വർഗത്തിൽ, അവിടെ ഞാനും എനിക്കും ഒരു സ്ഥാനം കിട്ടുക എന്നത് നമ്മൾ വിചാരിച്ച പോലെ സംഭവിക്കാത്ത ഒരു കാര്യമല്ല. അത് സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. അവിടെ എന്താ ചെയ്യേണ്ടത്? ഇബാദത്തുകളെ പരിശോധിക്കണം. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം അതാണ്. ഇബാദത്തുകൾ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി മാത്രമാകരുത്. അത് പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി മാത്രമായി തീരുമ്പോഴാണ് പരിശീലനം എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ വിസ്മരിക്കുന്നത്. എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ മാറ്റം സംഭവിക്കുന്നില്ല. ഞാൻ ഇപ്പോഴും പഴയ ആള് തന്നെ, ചേഞ്ച് ആയിട്ടില്ല. എന്നിലൊരു പരിവർത്തനവും ഉണ്ടായിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വത്തീനി വസ്സൈതൂൻ എന്ന സൂറത്ത് തീൻ മനുഷ്യനെ സംബന്ധിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അതിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്നാണ്. ഏറ്റവും നല്ല ഘടനയിൽ നാം മനുഷ്യനെ സൃഷ്ടിച്ചു. അല്ലാഹു അത് പറയുന്നത് ഒരു പ്രത്യേകമായ സ്വരത്തിലാണ്. അതായത് കുറച്ചൊക്കെ ആ പറയുന്ന കാര്യത്തിൽ മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചത്, മനുഷ്യന്റെ പ്രത്യേകത മറ്റ് ജീവജാലങ്ങളെ പോലെയല്ല. മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് ഏറ്റവും നല്ല ഘടന. ഏറ്റവും നല്ല ഘടന എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പക്ഷി മൃഗാദികളെ പോലെയല്ല മനുഷ്യൻ, ഇവിടുത്തെ ഇഴജന്തുക്കളെ പോലെയല്ല മനുഷ്യൻ. അതിനേക്കാളൊക്കെ മനുഷ്യൻ ഉയർന്ന പദവിയുണ്ട്. മലക്കുകളെ പോലെയല്ല മനുഷ്യൻ. അതും കൂടി ചേർത്ത് പറയണം. മലക്കുകളെക്കാൾ ഉയർന്ന പദവിയുണ്ട് ആർക്ക്? മനുഷ്യൻ. ജിന്നു വർഗത്തെ പോലെയല്ല മനുഷ്യൻ, അതിനേക്കാൾ ഉയർന്ന പദവിയാണ്. വലക്കത് കറംന ബനി ആദമ എന്ന് മറ്റൊരു ഭാഗത്ത് പറയുന്നു. എന്താ അതിന്റെ അർത്ഥം? ആദമിന്റെ സന്തതികളെ നാം ആദരിച്ചു. അള്ളാഹു ആദരിച്ച, അള്ളാഹു ബഹുമാനിച്ച ഏക സൃഷ്ടിയാണ് ഈ മനുഷ്യൻ. അപ്പൊ മനുഷ്യന്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ഒരു സങ്കടം അള്ളാഹു അവിടെ രേഖപ്പെടുത്തി വയ്ക്കുന്നു. ആ സങ്കടമാണ് അടുത്ത ആയത്ത് സുമ്മ റദദിനാഹു അസ്ഫല സാഫിലീൻ. പക്ഷേ അധമരിൽ അധമനായിട്ട്, നീചരിൽ നീചനായിട്ട് അവൻ തരം താഴ്ന്നു പോകുന്നു. ഇത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ട്രെയിനിങ് അഥവാ പ്രാക്ടീസ് അഥവാ പരിശീലനം, അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പഠിപ്പിച്ച, അള്ളാഹു തന്നെ പഠിപ്പിച്ച ആ പരിശീലനം, അതുവഴി അഥവാ ഇബാദത്തുകൾ, ആരാധനകൾ, ആത്മീയമായ യാത്ര, ഈ ആത്മീയമായ യാത്രകൾ വഴി ഒരു മനുഷ്യന് ഉയരാം. എത്രത്തോളം ഉയരാം? മലക്കുകളെക്കാൾ ഉയരാം. അതിന്റെ ഒരു ഉദാഹരണം പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോകുന്ന സന്ദർഭമുണ്ട്.
അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീലിന്റെ കൂടെയാണ് യാത്ര ചെയ്തു. അങ്ങനെ ഒരു പ്രത്യേകമായ സ്ഥലത്തെത്തിയപ്പോ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ അടുക്കൽ പ്രവാചകനോട് പറയുന്നു, താങ്കൾ ഇനി പോവുക, എനിക്ക് അവിടേക്ക് പ്രവേശനമില്ല. ഇതൊരു വെറും വാക്കല്ല. മലക്കായ എനിക്ക് ഇനി ഇനി താങ്കൾ പോകുന്ന സ്ഥലത്തേക്ക് എനിക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു, താങ്കൾക്ക് പോകാം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രവാചകന്റെ യാത്ര ഒറ്റയ്ക്കായിരുന്നു. അള്ളാഹുവിന്റെ കൊട്ടാരം നമ്മുടെ അനുമാനത്തിൽ, നമ്മുടെ ഊഹത്തിൽ അങ്ങനെ അവിടെ പ്രവേശിക്കുന്നു. അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ നമ്മൾ അവിടെ എന്താണ് മനസ്സിലാക്കിയത്? ഒരു മലക്കിന് വരെ പ്രവേശനമില്ലാത്ത പ്രത്യേകമായ സ്ഥലത്തേക്ക് ഒരു മനുഷ്യൻ പ്രവേശിക്കുന്നു. അഥവാ ഒരു മനുഷ്യൻ ഉയരുകയാണെങ്കിൽ മലക്കുകളെക്കാൾ ഉയരാൻ കഴിയും. എന്നാൽ ഒരു മനുഷ്യൻ താഴുകയാണെങ്കിൽ എവിടം വരെ? നീചരിൽ നീചൻ, അഥവാ മൃഗത്തെക്കാളും അഥവാ പിശാചിനേക്കാളും. ഞാൻ ആദ്യം പറഞ്ഞു മൃഗീയതയല്ല, പൈശാചികത. ആ പിശാചിനേക്കാളും അവന് താഴാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പിശാചിനോളം അധപ്പതിച്ചു പോകരുത്. അതിനു വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത്. അതിനു വേണ്ടിയാണ് 5 നേരത്തെ നമസ്കാരത്തെ നിർബന്ധമാക്കിയത്. ഒരാപ്തവാക്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളൊക്കെ കേട്ട് കാണും, മത്സ്യം ചീയുകയാണെങ്കിൽ അതിന്റെ തലഭാഗമാണ് ആദ്യം ചീയുക. മനുഷ്യൻ ചീയുകയാണെങ്കിൽ അവന്റെ ഹൃദയമാണ് ചീയുക. ഇതൊരു ആപ്തവാക്യമാണ്. നിങ്ങൾ മീൻ മാർക്കറ്റിൽ പോയാൽ നല്ല മത്സ്യമാണ് എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുക. അതിന്റെ ചെകിള ഇങ്ങനെ തുറന്നു കാണിക്കും, കണ്ടോ പച്ച മത്സ്യമാണ്, നല്ല മത്സ്യമാണ്, ചീഞ്ഞിട്ടില്ല. പക്ഷേ മത്സ്യം ചീയാൻ തുടങ്ങിയാൽ ആദ്യം ചീയുക അതിന്റെ തലഭാഗമാണ്. പക്ഷേ മനുഷ്യൻ നശിക്കാൻ തുടങ്ങിയാൽ ആദ്യം നശിക്കുക അവന്റെ ഹൃദയമാണ്. ആ ഹൃദയമാണ് ശരിയാകേണ്ടത്. വളരെ പ്രസിദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ, അല്ലാഹുവേ എൻ്റെ ഹൃദയത്തിന് തഖ്വ നൽകണമേ, എൻ്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ. വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ, അല്ലാഹുവേ എൻ്റെ ഹൃദയത്തെ നീ സംസ്കരിക്കണമേ, നീയല്ലാതെ അതിനെ സംസ്കരിക്കാൻ ആരുമില്ല. അൻത വലിയുഹാ വ മൗലാഹാ, അല്ലാഹുവേ നീയാണ് അതിൻ്റെ രക്ഷകൻ, നീയാണ് അതിൻ്റെ ഉടമസ്ഥൻ. ഇത് റസൂലിന്റെ നിരന്തരമുള്ള ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ്. ഞാനിവിടെ പറഞ്ഞ ഈ പ്രഭാഷണത്തിന്റെ ഖുത്ബയുടെ ആകെ തുക അതാണ്. ഈ സംഗതിയാണ് നേരെയാകേണ്ടത്. അത് ശരിയാകുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യനായിട്ട് മാറുക. അപ്പൊ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സത്യവിശ്വാസിനികളെ, മനുഷ്യനാവാതെ നമുക്ക് വിശ്വാസിയാകാൻ സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. മനുഷ്യനാവുക, ഇതാണ് ഇബാദത്തുകളുടെ ആകത്തുക എന്ന് പറയുന്നത്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യത്വമുള്ള യഥാർത്ഥ മനുഷ്യനായിട്ട് നമുക്ക് മാറുവാനും പ്രവാചകന്മാരൊക്കെയുള്ള അതിവിശാലമായ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളെ യഥാവിധി അവൻ സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി.